ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഉള്ള കുട്ടികളിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചിലർ എന്ത് കഴിച്ചാലും വണ്ണം വയ്ക്കുന്നില്ല, അതുപോലെ കവിളൊക്കെ അങ്ങ് ഒട്ടിയിരിക്കുക, സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് ഇല്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് പരീക്ഷിച്ച് വിജയിച്ച ഒരു ഹോം റെമഡിയാണ്. എനിക്കും ഇതുപോലെ നേരത്തെ ഒട്ടും തന്നെ വണ്ണമോ അല്ലെങ്കിൽ കവിളോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ തീരെ ഇങ്ങനെ വണ്ണം ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതിനായിട്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈസ് കൂടുതൽ കഴിക്കുക, അതുപോലെ തന്നെ ഏത്തപ്പഴം കഴിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഡ്രിങ്കും കൂടി നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഒരു മാസം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങും. എന്നാലും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ നമുക്ക് വേഗം തന്നെ നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പശുവിൻ പാലാണ്. അപ്പോൾ പലരും ചോദിക്കും ആട്ടിൻ പാൽ എടുക്കാൻ പാടില്ലെന്ന്. ആട്ടിൻ പാൽ ചിലവരുടെ ശരീരം മെലിയാൻ കാരണമാകും, ചിലവർക്ക് കുഴപ്പമില്ല. ചില ശരീരപ്രകൃതിക്ക് ആട്ടിൻ പാൽ യോജിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് നേരെ വിപരീതമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും. നമ്മളിത് വീടുകളിൽ നിന്ന് വാങ്ങുന്ന പശുവിൻ പാലാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കശുവണ്ടിയാണ്, അതായത് അണ്ടിപ്പരിപ്പ്. ഇതൊരു 3 എണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ്, കാരണം 4-5 എണ്ണം തോന്നണമാണ് കേട്ടോ. അപ്പോൾ ഒരു 3 അണ്ടിപ്പരിപ്പ് അല്ലെ 2-3 അണ്ടിപ്പരിപ്പ്, 3 എണ്ണം എടുത്താൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 3 എണ്ണം എടുത്താൽ മതി. ഇതിട്ട് വയ്ക്കുക. അപ്പോൾ ഈ തിളച്ച പാലിലേക്ക് ഇതിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പോൾ ഇത് രാവിലെ 1 ഗ്ലാസ്, അതുപോലെ തന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ടും 1 ഗ്ലാസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒപ്പം തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ നമുക്കിത് കഴിക്കാം. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇത് ഓരോ ഗ്ലാസ് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആകും, അതുപോലെ തന്നെ ഫേസൊക്കെ നന്നായിട്ട് നിറം വയ്ക്കും. പിന്നെ നമ്മൾ വണ്ണം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ രാവിലത്തെ ഫുഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഈ പഞ്ചസാര ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ നമ്മുടെ ശരീരം വണ്ണം വെക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിസൾട്ട് കുറവായിരിക്കും. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും, അത്രേ ഉള്ളൂ കേട്ടോ. അത് ഓപ്ഷനിലാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് ഇട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പാലിനകത്ത് പഞ്ചസാര ഇട്ട് അതുപോലെ തന്നെ ഈ ഒരു ഇതും കൂടി ഇട്ടിട്ടാണ് കഴിച്ചത്. നല്ല റിസൾട്ടാണ്. നല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം വണ്ണം വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ഫുഡും കറക്റ്റായിട്ട് കഴിക്കുക. അതായത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, വൈകിട്ടാണെങ്കിൽ അത്താഴം മുടക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്